പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഡിയൻസിനെ നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയങ്കരായ ആർട്ടിസ്റ്റുകൾ ബിനു അടിമാലി ആൻഡ് ഉല്ലാസ് പന്തളം. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഗംഭീര ഹാസ്യ പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു ടീം റോയൽ ചലഞ്ചേഴ്സ്. നിന്റെ അടുത്ത് ഇപ്പോഴാണ് ഡാൻസ് കളിക്കാൻ പറഞ്ഞത്. ആ ചെറുക്കം വരുമ്പോഴല്ലേ അവൻ ആനയിച്ചോണ്ട് വരാൻ പറഞ്ഞത്. എന്തോന്ന് പോ വിളിക്കാം. അങ്ങോട്ട് പോയി കളിക്കാം. ഇവിടെ ഇത്രയും കളർഫുള്ളിനിടയിൽ നീ എന്തിനു ഇങ്ങനെ വന്നിരിക്കുന്നത്? നീ എന്തിനാ പോടുന്നത്? അതാ വേറെ കേസുണ്ട്. പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാ ചെറുക്കം വരും, താലി കെട്ടും, ഊണ് കഴിക്കും, അങ്ങ് പോകും. അതെ. പക്ഷെ ഇപ്പോഴത്തെ കല്യാണം അങ്ങനെയല്ല. പെണ്ണിറങ്ങിയ ഡാൻസ്, ചെറുക്കം വന്നാ ഡാൻസ്, താലി കെട്ടിയ ഡാൻസ്. ഇപ്പോഴത്തെ 100 ലക്ഷം പിള്ളേരുടെ അതിന് നിനക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. നിന്റെ പാചകമല്ലേ? പാചകം ചെയ്യില്ലല്ലോ. എന്തായാലും സാമ്പിൾ ഉണ്ടോന്നല്ലേ വഴി നിന്റെ പാചകം നോക്കട്ടെ. വഴിയടാ, ഞാനാണ് കല്യാണം നോക്കുന്ന വഴിയടാ. അയ്യോ നിന്റെ രസം സൂപ്പറായിട്ടുണ്ട്. ഇത് രസമല്ല, പാത്രം കഴിയോ വെള്ളമുണ്ട്. എന്തരാവട്ടെ നിന്റെ ഈ പാചകം ഞാൻ മറ്റേ നമ്മുടെ ശാസ്ത്രീയ വീട്ടില് 2000 പേർക്ക് പാചകം നീയല്ലേ ചെയ്തത്? നല്ല അഭിപ്രായം, ഭയങ്കര അഭിപ്രായം. പിന്നെ അവിടുത്തെ അടപ്രഥമനാണ് ഏറ്റവും അത് ശരി, കറക്റ്റാ. അടപ്രഥമൻ, ജവന്റെ അടപ്രഥമൻ കിടുക്കായിരുന്നു. ആൾക്കാർ കഴിച്ച എല്ലാരും പറഞ്ഞ അങ്ങനെയാണ്. ഈ അടപ്രഥമനെ കുറിച്ചല്ല പറഞ്ഞ, ഈ അടപ്രഥമൻ അടങ്ങാത്ത പ്രഥമനാണെന്ന്. ഇനി അങ്ങനെയുള്ള പാചകമൊന്നും എനിക്ക് വേണ്ട. പിന്നെ നമ്മുടെ നാട്ടിൽ അറിയാല്ല, തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ ആയാലും നല്ല പച്ചക്കറിയൊന്നും അല്ല കിട്ടണത്. എല്ലാം മായം ചേർന്ന സംഭവങ്ങളാണ്. പച്ചക്കറിക്ക് മായം, ഇറച്ചിക്ക് മായം, പഞ്ചസാരക്ക് മായം, ശർക്കരയ്ക്ക് മായം. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി വാരി ഇതോട്ടിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താ പോരെ. അപ്പൊ ഈ മഞ്ഞപ്പൊടിയുടെ മായം എങ്ങനെ മാറ്റൂടെ? നിന്റെ പാചകമൊക്കെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. എടാ ഈ കല്യാണം നടത്തുന്നായിരുന്നു അറിയാമോ? ഇല്ല. ചെറുക്കന്റെ അമ്മാവനാണ്. ആ പുള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ ബെടാ പാർട്ടിയാണ് പുള്ളി. ശൂലോ എന്ന് പറഞ്ഞാൽ കോലോ എന്ന് കേൾക്കുന്ന മോനാണ്. അതെന്താ അങ്ങനെ? ചെവി കേൾക്കത്തില്ല, പൊട്ടനാ. അപ്പൊ വെടിവെച്ചാ പുക. കളിയാക്കണ്ട. എടാ പുള്ളിയാണ് നിനക്ക് ഈ ശമ്പളം തരുന്നായിരുന്നു അറിയാമോ? പുള്ളിയാണ്. പാചകം നന്നായിരിക്കണം. ഓക്കെ. അതെ, പെണ്ണിറങ്ങിയാന്ന് നോക്കിയാലോ? എടാ മണ്ട, പെണ്ണിറങ്ങിയോ നോക്കാൻ ഞങ്ങൾ ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ട്. അത് മാത്രമല്ല മുഹൂർത്തത്തിന് സമയമായിട്ടില്ല. പെണ്ണ് ആരുടെയെങ്കിലും പോയോ ഇല്ലയോ നോക്കണ്ടേ? ഇപ്പോഴത്തെ കാലം അതാണ്. പോടാ. എടാ നിതീഷ, നിന്നോട് ഞാൻ പറഞ്ഞ് എനിക്കാണെങ്കിൽ ചെവി തല കേൾക്കാൻ വയ്യ. കല്യാണത്തിന്റെ എൻ്റെ ആ കാലത്ത് ഓടി എൻ്റെ ഊപ്പടഞ്ഞ് വന്നിരിക്കുകയാണ്. അവിടെ പോയി അവിടെ പാട്ട്, ഡാൻസ്, മണ്ഡപത്തിലെ പാട്ട് വേണ്ട. എടാ സന്തോഷേ, എടാ ഇതൊരു കല്യാണ വീടല്ലേ, ഒരു പാട്ടും കൂത്തുമൊക്കെ വേണ്ട. ഇപ്പോഴാണോടാ പാട്ടിടാൻ പറയുന്നത്? ഇത് കൊള്ളാം. നിന്റെ അമ്മയുടെ മിക്കാൻ കമ്മലും അല്ലേ? അടിപൊളി പാട്ട്. ഈ കല്യാണത്തിന്റെ കാര്യമല്ല, നിന്നെ അല്ലേ ഞാൻ ഏൽപ്പിച്ചത്. എന്റെ അമ്മാവ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ട് നടത്തുന്നുണ്ടല്ലോ. നീ ഇവിടെ മംഗളം വായിച്ചോണ്ടിരിക്കും. ഇല്ല, ഞാൻ മുത്തച്ഛപ്പി വായിച്ചോണ്ടിരിക്കാം. മുത്തച്ഛന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ബാക്കിയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യും. അമ്മാവ എല്ലാ കാര്യം ഇവിടെ ഓക്കെയാണ്. 3 കൂട്ടം പായസം, കുത്തരച്ചോറിന്റെ അരി, 16 കൂട്ടം കറി. 16 നിങ്ങളാ കുഞ്ഞമ്മേടെ 16 നമ്മൾ പോയത്. എന്റെ അമ്മാവ ഈ സാധനം എന്തിനാണ് കൊണ്ട് നടക്കുന്നത്? ഇത് ഇയർഫോൺ എന്റെ മോൻ അമേരിക്കയിൽ നിന്ന് കൊണ്ട് തന്നതാ. ഇതിങ്ങനെ വെച്ചാലുണ്ടല്ലോ, ഒരു മുട്ടത്തൂതി താഴെ വീണാ മതി, എന്നിവിടെ അടിക്കും. അത്ര പവറാ. എത്ര അതിന്റെ വില? സമയം 10 മിനിറ്റ്. ആരോട് പറയാ? കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതല്ല, ഫോണ്. എടാ സന്തോഷേ, എടാ നീ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോയെന്ന് ശരിയാക്കി തരണം. എന്ത് പറ്റി? എടാ ഇതിന് ശബ്ദമില്ലെന്ന്. കട്ടാവോ? ഹലോ 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 ഹലോ, ഇവന്മാരെല്ലാം പൊട്ടന്മാരാണോടാ? ആരാണ്ട് വിളിച്ചു? ഹലോ ഹലോ, ആരാ? മണവാളനല്ലേ? ഞാൻ കല്യാണം കഴിച്ച് 5-6 വർഷമായി. അയ്യോ അതല്ല, ഞാൻ മണവാളല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. നീ ചന്ദ്രനാടാ? അതെ. എടാ കല്യാണ ചെറുക്ക പെട്ടെന്ന് വാടാ, മുഹൂർത്തത്തിന് സമയമായിടാ. ഈ മണ്ഡപം എവിടെയാ?
ആഹാ ഇപ്പോഴാണ് നീ മണ്ഡപം അന്വേഷിക്കുന്നത്. ശരി ഇപ്പൊ എവിടെ എത്തി? ഞാനിപ്പോ പള്ളിമുക്ക് നിൽക്കുക. പള്ളിമുക്കി ഒരു കാര്യം ചെയ്യും. പള്ളിമുക്കിൽ നിന്ന് വലത്തോട്ട് വരണം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ഒരു ഇറക്കമുണ്ട്. ഇറക്കത്തിൽ നേരെ നോക്കുമ്പം ഒരു പള്ളിയുണ്ട്. ആ പള്ളി നിനക്കറിയാമോ? പള്ളി എനിക്കറിയില്ലല്ലോ. ആ ഒരു കാര്യം ചെയ്യും. നീ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം. എന്നിട്ട് വലത്തോട്ട് പോകണം. നേരെ വന്ന് ഒരു അമ്പലമണിയാണ്. ആ അമ്പലം അറിയാമോ? അമ്പലം അറിയില്ലല്ലോ. ഇവൻ ആരടാ അവൻ? അപ്പൊ വേറെ കാര്യം ചെയ്യാം. നിനക്ക് അറിയാമോ എന്ന് അറിഞ്ഞൂടാ. അവിടെ ഒരു കള്ളിഷാപ്പുണ്ട്. അതറിയാമോ? അറിയാൻ സാധ്യതയില്ല. ജാനകി ചേച്ചിയുടെ കള്ളി ഷാപ്പാണോ? അവിടെ ഞാനും എന്റെ കൂട്ടുകാരന്മാരോട്ടൊക്കെ വന്ന് നല്ല മൂത്ത കള്ളൊക്കെ കുടിച്ച് വാടൊക്കെ വെച്ച് അവിടെയാണോ മണ്ഡപം? അവിടെ അല്ല, അതിന്റെ പുറകിലാണ് മണ്ഡപം. ഇങ്ങ് പോരാ. ശരി. തോൽവിയാന്നല്ലോടാ അവൻ. അമ്മാവ ചെറുക്കനാ. എടാ സന്തോഷേ, ഓ നമ്മുടെ നാദസരക്കാരൊക്കെ എന്തിയാടാ? അമ്മാവ നാസറക്കാരെ വിളിച്ചാൽ വരൂല. അവരൊക്കെ തഞ്ചാവൂരിൽ നിന്നാണ് വരുന്നത്. തഞ്ചാവൂര്. കല്യാണ വീട്ടിലാണോടാ ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നത്? എന്തുവാടാ കിടന്ന് കോഷ്ടി കാണിക്കുന്നേ? സന്തോഷം ഇങ്ങനെ വന്നേ. ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. എന്താ നീ അത്യാവശ്യമായിട്ട് ഒരു ഡോക്ടറെ പോയി കാണണം. എന്താണ് ഞാൻ പറയുന്ന ഒന്നും അല്ല നീ കേൾക്കുന്നേ. നിന്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞാനിപ്പോ ഡോക്ടറെ പോയി കാണണോ? ആ നാളെ പോയി കാണിക്കാം. ഉടനെ ഇപ്പഴങ്ങ് പോകാൻ നിന്നു. കല്യാണം ഒന്നും കഴിഞ്ഞിട്ട് നാളെ അങ്ങ് പോയാ പോലെ. എന്റെ അമ്മാവ എന്നെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ്. എന്റെ സന്തോഷം, നിനക്ക് പിള്ളേരുണ്ടാകാത്തതിന് ഡോക്ടറെ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെവി കേൾക്കാത്തതിന് ഡോക്ടറെ പോയി കാണണമെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നമ്മാവ, ഞാൻ ഉണ്ടേച്ചു അങ്ങ് പൊക്കോളാം. നീ കുണ്ടയാണോ? എടാ ഞാൻ അതിലും വലിയ കുണ്ടയാടാ. ഞാൻ വിറപ്പിച്ചോണ്ടിരുന്ന അറിയാമോ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ കിച്ചടി. അടിപൊളി. ഇത്രയും നേരം ഞാൻ ഇത് എന്താണെന്ന് അറിയാതെ ഞാൻ ആലോചിച്ചുകൊണ്ട് നടക്കായിരുന്നു. കിച്ചടി സൂപ്പർ. അപ്പാവോ മുഹൂർത്ത സമയമാകുമ്പോ എന്നോടൊന്ന് പറയണേ. ഞാൻ മൂത്രം ഒഴിക്കാൻ പോകുമ്പോ നിന്നാണത്തില്ല പറയുന്നത്. എന്തുവാടേ ഇത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൂലം എന്ന് പറഞ്ഞാൽ കോല നിൽക്കുന്ന അമ്മാവൻ പൊട്ടൻ ചെവിയാക്കത്തില്ല. വേഗമാണോ എന്റെ അമ്മാവൻ എന്റെ കൈ. അമ്മോ അമ്മോ, ഞാൻ പാചകക്കാരൻ. എടാ നീ എന്തിനാടാ ഇവനോട് സംസാരിക്കുന്നേ? എടാ അവന് ചെവി കേൾക്കാൻ പാടില്ലെന്ന്. നിനക്ക് എന്തായാലും പറയാനുണ്ട്. നീ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പറ. അല്ല എനിക്കാ നിനക്കാണ് ചെവിയാക്കാൻ വയ്യാത്തത്. പുള്ളിക്കാൻ ചെവിക്കൂടാതെ. പുള്ളി നല്ല രീതിയിൽ സംസാരിക്കണല്ലോ. എടാ അവനിങ്ങനെ ആംഗ്യം കാണിക്കത്തേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. ചെന്ന് കയറി കൊടുപ്പോ. അമ്മാവോ കൊല എവിടെ ഇരിക്കുന്ന? കൊല ഇപ്പൊ പറഞ്ഞു കേട്ടോ. കൊല 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 എവിടെ ഇരിക്കുന്നത്? കൊല? എടാ അത് എന്നോട് ചോദിച്ചാ പോരെ, ഇവനോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ പുള്ളിക്ക് ചെവിയാക്കാം, നിനക്കവിടെ പൊട്ടായി. ഹലോ, ആ കൊല എവിടെയാ? അവിടെ ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. എടാ സന്തോഷേ, കൊല നടന്നത് മാമൂട്ട് പാലത്തിന് അടിയില്ല. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലോട്ടാ വിളിച്ചു ചോദിച്ചത്. ചത്തിട്ട് 5 ദിവസമായി. ആണോ? ജഡപ്പ് ചീഞ്ഞു കാണും. പിന്നെ എടാ ഈ ചീഞ്ഞ ജഡ ഇവനെന്തിനാ? തേങ്ങാക്കൊല ഉണ്ടാക്കാൻ. നേരത്തെ പറഞ്ഞാ പോരെ, വാഴക്കൊല വേണ്ട, സ്രാവിനടി എനിക്ക് കേട്ടോണ്ട് പോ. പുള്ളിയോട് ഞാൻ ചേനയുടെ കാര്യം എങ്ങനെയാ ചോദിക്കുന്നത്? ഞാനേ പൊട്ടെ അങ്ങോട്ട് ചോദിക്കും. അമ്മായി ചേന എവിടെ ഇരിക്കുന്നത്? ചേന പേനയല്ലേ? ഇവിടെ ഒരു പേന പറ, അവന് കണക്കെഴുതാൻ. പേനയല്ല ചേന ചേന. കല്യാണ വീട്ടിൽ ആരെങ്കിലും ആരെ കൊണ്ടിട്ട് പോടാ. ഈ ആൾക്കാരെല്ലാം ഓടിച്ചിട്ട് കുത്തിക്കൊല്ലത്തിട്ട്. അമ്മാവാ ചേന ചേന. ഓ ചേന, അങ്ങനെ പറയണ്ടേ? അതെങ്ങനെ മനസ്സിലായി? പുള്ളിക്ക് ലിപ്പ്, നമ്മൾ ലിപ്പ് പിടിക്കും. അമ്മാവോ 50 കിലോ ചേന മേടിച്ചായിരുന്നു. അതിൽ 15 കിലോ മിച്ചം വന്നു. ബാക്കി എന്തോ ചെയ്തിട്ട് വെട്ടിയരിഞ്ഞ് പായസത്തിലിടും. പായസം കുടിക്കുന്ന പോലെ തൊണ്ട ചൊറിയത്തില്ലേ? പിന്നെ ഈ കല്യാണം നടത്തുന്ന എനിക്ക് ചൊറിയുന്നില്ല, പിന്നെ നിനക്ക് എത്ര ചൊറിച്ചില്ലേ? വെട്ടിപ്പെടുന്ന പാലത്തിനടി കൊണ്ടുപോയടാ. എടാ നീ ആരോടത്തായി സംസാരിച്ചത്? നീ ആരെ കുറിച്ചാണ് സംസാരിച്ചത്? ഈ അമ്മാവൻ ആരെന്നറിയാമോടാ? ഞങ്ങളെ പൊന്നമ്മാവനാണ്. ഞങ്ങളെ കൊച്ചിനെ കെട്ടിട്ട് ഇവിടെ മനസ്സിലാടിച്ച അമ്മാവൻ പൊട്ടനായിരിക്കും. ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തെ ഒന്നും പറയില്ല. ചിപ്പൊന്നും വാക്ക് പറഞ്ഞിട്ടില്ല. കേട്ടാ, പാചകക്കാരന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പാചകക്കാരന്റെ കാര്യം മാത്രം നോക്കാം. മണ്ഡപത്തേക്കാണ് നിലവിളക്ക് വേണമല്ലോ. അത് അമ്മാവനും മരുവനും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയാ മതി. എടാ ഞങ്ങളെ അയലൊക്കെ തറവാട്ടുകാരെ ആരുടെ മുമ്പിൽ തന്നിട്ടില്ല. എനിക്കറിയാം ഈ മണ്ഡപത്തിലൊരു നിലവിളക്ക് വെക്കാൻ. അമ്മാവോ അമ്മാവോ, ഇവനെ ഒരു നിലവിളക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. ഇവൻ തരത്തില്ല. നമുക്കൊരു നിലവിളക്ക് വേണം. നമ്മുടെ മാമന്റെ വീട്ടിലെ, നിങ്ങളെ മാമന്റെ വീട്ടിൽ നിലവിളക്ക് ഇരിപ്പുണ്ട് കട്ടിലിനടിയില്. അതിങ്ങ് എത്തിക്കാൻ പറയണം. വയസ്സായോണ്ട ചെറിയ ഒരു ഇത് പറഞ്ഞാ മനസ്സില.
അമ്മാവാ ഓ മാമന്റെ വീട്ടിലെ കട്ടിലിനടിയില് ആ ഒരു നിലവിളക്കിരിപ്പുണ്ട്. ഓ അതിങ്ങെത്തിക്കണം. ഏ നിലവിളക്ക് നിലവിളക്ക്. എന്തിനാണ് ഇപ്പൊ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്? ഈ പന്നപ്പട്ടി വെട്ടിപ്പളന്ന പാലത്തടി കൊണ്ട് വേണം. ഇതെന്താ കാലാ നേരത്തെ ഞാൻ പറഞ്ഞത്? ആ എടാ സന്തോഷേ, ആ. ഇതൊക്കെ അല്ലേ നമ്മുടെ മണ്ഡപത്തിൽ ഒരു നിലവിളക്കൊക്കെ വെക്കണ്ടായോ? അമ്മാവാ ആ. ഒരു നിലവിളക്ക് മാത്രമല്ല, ഒരു നിലവിളക്കും ഒരു പട്ടും ചന്ദനത്തിരിയും നിന്റെ നെഞ്ചത്ത് വെച്ച് ഞാൻ കത്തിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കൊണ്ടുവരാ തെണ്ടി. ഉത്തരവാദിത്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യടാ. ഇതുകൊണ്ട് എല്ലാ കാര്യം നിന്നെ തന്നെ ഞാൻ അല്ല ഏൽപ്പിച്ചത്. അമ്മാവാ, ചെറുക്കനെ സ്വീകരിക്കാൻ സമയമായില്ലേ? ഞാൻ ഈ ചെറുക്കനെ ആര് അയ്യോ ചെറുക്കൻ വന്നല്ലേ, ചെറുക്കനെ ചെറുക്കൻ തുറന്ന് ചന്ദ്ര ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ രണ്ടുപേരല്ലേ എത്ര കല്യാണത്തിന് വിളിക്കാതെ പോയിരിക്കുന്നത്. എടാ, എന്റെ കല്യാണത്തിനാണ് വിളിക്കാതെ വന്നാ. നിന്റെ കല്യാണമായിരുന്നു, ഓ ഞാൻ അറിഞ്ഞില്ല. അല്ലേ കാക്കര പറമ്പിൽ നമ്മളെ കെട്ടിയിട്ട് ഓർമ്മയുണ്ട്. നീ ഒന്ന് പെതുക്കെ പറ. അടിയങ്ങനെ ഊരി പോന്നു. നീ എങ്ങനെ ഊരിയ? ഞാൻ അടിച്ചതൊക്കെ ഊരി പോന്ന്. ഞാൻ അവിടെ കടന്ന് ലേലു അല്ലു അഴിച്ചു വിട് എന്ന് പറഞ്ഞ് മടുത്ത്. ഓ, ഭാഗ്യം ആ നേരമില്ലായിരുന്നെങ്കിൽ അത് തെണ്ടിപ്പോയേരെ. ആ ഉണ്ടയിൽ വെച്ചിട്ടേ പോവാവൂ. അല്ല, ഉണ്ടിട്ടേ പോവാവൂ. അളിയാ, പിന്നെ നമ്മളെ ആകെയുള്ളൊരു പെങ്ങളുടെ കല്യാണമാണ്. നമ്മളെ ബന്ധുക്കളെല്ലാം വന്നിരിപ്പുണ്ട്. എടാ സന്തോഷേ, എടാ പരിചയപ്പെടുത്തുമ്പോ എന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു തരും. എന്റെ മാമനില്ലടാ, അളിയാ, ഏയ്, നിന്റെ ഔട്ട് പോകുന്ന പാട് പറക്കാൻ മാമനില്ലടാ. ഡാ, ഡാ, മാമൻ കെട്ടാൻ പോവേ. ഡേയ്, പെണ്ണുങ്ങൾ കേറ്. നമ്മളെ പെണ്ണിന്റെ അടുത്ത കൂട്ടുകാരിയാണ് അശ്വതി. കല്യാണത്തിന് വിളിച്ച് ഫാമിലിയായിട്ട് 8 വന്ന് 99 വന്നിട്ടുണ്ട്. ആരാ വിളിച്ചത്? അത് ഞങ്ങളെ പെണ്ണിന്റെ പെണ്ണിന്റെ എന്റെ 10 കല്യാണം മുടക്കിയതാണിത്. എന്റെ 10 കല്യാണം വന്നിരിക്കുകയാണല്ലേ. ഡേയ്, ഒരു കാര്യം ചെയ്യ്. എടാ സന്തോഷേ, ഓ. നീ അവിടെ ഇവിടെയൊക്കെ പരിചയപ്പെടുത്തി. ആ. ഞാനടാ പെരിച്ചാഴിയാണ്. ഇതാണ് ഞങ്ങളുടെ ഇവിടത്തെ ലോകതോൽവി അമ്മാവൻ. അമ്മാവാ, അവർക്കുള്ള വെള്ളമൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എടാ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം കലക്കിയോ? ആ കളിക്കണോ? എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ആര് കലക്കി? നമ്മളെ പാചകക്കാരനെ പറയും ശാന്ത കളിക്കല്ലോ. അവർക്ക് കലക്കാരൊക്കെ അറിയാവോ? കളിക്കാൻ അറിയാമെന്ന് ഈ പഞ്ചായത്തിലെ 10-20 കുടുംബം കളിക്കിയ ടീമാണത്. ആ പെണ്ണിനെ സ്വീകരിക്കാൻ ഉള്ള പെണ്ണിനെ വിളി. പെണ്ണിനെ വിളി. മക്കളെ ചെക്കനെ കൊണ്ടുവാ. ചെറുത് 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 അളിയാ, കുറച്ച് കഴിച്ചാൽ അല്പം ധൈര്യം കിട്ടും. കുറച്ച് കഴിച്ചാൽ പിന്നെ കുഴപ്പമില്ല, കഴിക്കാം. കുറച്ച് കട്ടനായും കൊണ്ടോ. തൊണ്ട കടി. പിന്നെ മുഹൂർത്തം സമയം ഇനിയുണ്ട്. പെണ്ണിനായിട്ടൊക്കെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. നാണേ അമ്മാവോ, ഓ ചെറുക്കന് നാണം. ചെറുക്കന് പോടാന്നോ? കല്യാണം കഴിഞ്ഞിട്ട് പോയാ മതി എന്ന് പറ. എടാ ഡോറാ പൂജി, അളിയാ സമയമുണ്ട്, സംസാരിച്ചു. അത് ആദ്യ രാത്രിയിൽ സംസാരിക്കാൻ. ആദ്യ രാത്രി നീ കുറെ സംസാരിച്ച്, അതിന് സമയം കിട്ടൂല അളിയാ. ഒരു കാര്യം ചെയ്യ്, പേരെങ്കിലും ചോദിച്ചങ്ങ് ചുമ്മാ മിംഗ്ലിങ് അവിടെ ഇറക്കാൻ. ചോദിക്കട്ടാ? ചോദിക്കും. ചോദി. അതെ പെണ്ണേ, ഞാനല്ലാതാണ് പെണ്ണ്. അതെ എന്താ പേര്? എന്റെ പേര് തങ്കോമി. അന്നത്തെ പേര് അവനെ കണ്ടപ്പോഴേ അവന് പിടിച്ച് ചന്ദ്ര കേറി വാടാ, കെട്ടിട്ട് പോടാ. ഇതാണ് പെണ്ണ്. ഏതാണ്? അടാ നീ കെട്ടാൻ പോണ പെണ്ണ. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഇവളല്ല, അപ്പുറത്തേക്ക് എടാ മക്കളെ, എടാ ചന്ദ്രോ, എടാ നീ എന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇവളിവിടെ ഇല്ലായിരുന്നു. എവിടെ പോയി? ഇവള് ടൂറ് പോയേക്കുമായിരുന്നു. ആരോടാ? ആരുടെ കൂടെ ആണേലും പോയാ പോരെ. എടാ നീ വരുമ്പോ ആരെയും ഒന്ന് കാണിക്കണ്ടേ? അതിനാ ഇവിടെ ചേർത്തി അവളെ കാണിച്ചത്. എനിക്ക് അവളെ മതി.
എടാ സന്തോഷേ ഏ. എന്തുവാടാ അവൻ പറയുന്നേ? ഇവളെ മാത്രം പോരാ, ഇവളെ വേണോ? രണ്ടുപേരെയും കൂടെ വേണമെന്നോ? ഓടാ പട്ടി. എടാ, ഇവളെ കല്യാണം കഴിഞ്ഞ് ഞാനാണ് കെട്ടിയത്, 2 പിള്ളറുണ്ടോ. എനിക്ക് ഇവിടെ മതി. പോടാ പോടാ. എടി, ഇനിയിപ്പോ എന്താ ഇവിടെ ഇത്? എനിക്ക് ഈ പെണ്ണിനെ വേണ്ട വേണ്ട വേണ്ട. നിർത്ത്. എന്റെ അണ്ണനെ ഞാൻ തന്നെ വിളിച്ചു. ബാക്കി എല്ലാരും പോ, 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 പോ. അണ്ണാ, അണ്ണാ. അതെന്താ? How many times on the bende two bende three bende cost 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 cost. പല്ലിയാണോ ഇത്? അണ്ണാ, കടിക്കോ? അണ്ണാ, നമ്മള് തമ്മിൽ നല്ല ജോതിയാണല്ലേ. കേട്ടോ? എന്നെ പിടിച്ചു. എനിക്ക് നിന്നെ കാണുമ്പോ പേടിയാ, പേടി. അണ്ണാ, അണ്ണന്റെ വീട്ടിലെ നിലവിളക്കാണ് നായ്. അണ്ണാ, ഈ നിലവിളക്കല്ല, എന്റെ വീട്ടിലെ പാട്ട വിളക്കാണ്. അണ്ണാ, അണ്ണ എന്നെ കെട്ടിക്കഴിഞ്ഞാലേ എന്നെ ഊട്ടി കൊണ്ടുപോവോ കൊടൈക്കനാലിൽ കൊണ്ടുപോവോ? ഈ ചോദ്യം നല്ല ചോദ്യമാണ്. ഇങ്ങനെ തന്നെ നീ ചോദിക്കണം. നിന്നെ ഊട്ടിയിലല്ല, കൊടൈക്കനാലല്ല, മ്യൂസിയത്ത് കൊണ്ടിരുത്തണം നിന്നെ. കാഴ്ച ബംഗ്ലാവിൽ. അമ്മ 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 എന്നെ കെട്ടിയില്ലെങ്കിൽ ഈ വീട്ടിലെ കല്യാണത്തിന് വെച്ചുന്ന സത്യം മുഴുവൻ കുഴിച്ചു മൂടണം. സത്യമല്ല, നിന്നാണ് വെട്ടിമുറണത്. നിന്ന അളിയാടാ, എന്തോടാ? അളിയ വന്നതായി നിന്നതായി ഇരുന്നതായി കിടന്നതായി ഒന്ന് കെട്ടിട്ട് പോളിയാ. നീ വരട്ടാ. എടാ നല്ല പെണ്ണ വാടാ. കനവക്കട്ടയാടാ, വന്ന് കെട്ടിയിട്ട് പോടാ. ആ, അതെ ആ. കല്യാണം പൊളിഞ്ഞ സ്ഥിതിക്ക് ആ. എന്റെ കാശ് കിട്ടിയ ഞാൻ അങ്ങ് പോയനാ. നീ ആണ്ടാ മലയാളി. ഒരകത്തമ്മ തന്നെ വന്ന് വാഴോട്ടണം. നീ വാ, നീ വാ. നിനക്ക് പായത്തിന് എത്ര തരാണ്ട്? 5000 രൂപ. നിനക്ക് ഞാൻ 25,000 രൂപ തരും. എന്തിന്? ആ ചെറുക്കനെ വിളിച്ച് മണ്ഡപത്തിൽ കയറണം, എങ്ങനെ? വശീകരിക്കണം. ആര്? ഞാൻ അല്ല ബസ്സിയായിരിക്കും. നിന്റെ പെണ്ണുപിള്ള ശാന്ത. ആ, പട്ടി. അങ്ങനെ കൊണ്ട് എന്താ കാര്യം? നിന്റെ പെണ്ണുമ്പളെ കൊണ്ട് ബസ്സിക്കടാ. അത് കൊള്ളാല്ലേ അമ്മാവാ? ഒരു 25,000 ഇറക്കാൻ പറ്റോ? 25,000 50,000 എന്റെ പൊന്നാര മോളെ. 25,000 കിളവന്റെ വാങ്ങിക്കാം. നിനക്ക് വശീകരിക്കാൻ പറ്റോ? ഞാൻ റെഡി. നീ എനിക്കറിയാം നീ റെഡിയാണെന്ന്. ഡേയ് വശീകരണം 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 ചെല്ലേ. പച്ചത്തവളെ നീ എന്താണ് ഇപ്പൊ കാണിച്ചത്? വശീകരണോ? ഇത് വശീകരണമല്ല, നശീകരണമാണ്. മിണ്ടിപ്പോല് കട്ടപ്പെട്ടാണ് എന്നെ പൊന്നു പെണ്ണ് അവരെവിടം വരെ എത്തിച്ചത്. ഇനി മിണ്ടിയ നിന്നെ ഞാൻ എലിപ്പ കൊച്ചു വിളിച്ചാ കേട്ടോ. മക്കളെ നീ വശീകരണം കണ്ടിന്റു. ഇവിടെ കിടന്ന് കൂലും ബഹളം ഉണ്ടാക്കല്ല്. ഇത് കൂവിയതല്ല, കുറവായിട്ടാണ്. കൊരവ് ഇങ്ങനെ ഇടാവോ? കല്യാണം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് വാ, മക്കള് വന്ന് അനുഗ്രഹം മേടിച്ചോ. അനുഗ്രഹം എടാ, പാചകക്കാരാ, നീ അങ്ങോട്ടാ പോന്നെ. എന്നെ എല്ലാരും കൂടെ പിടിച്ച് കെട്ടിച്ചേ. അപ്പൊ അവനെന്ത് ചെയ്യും? അവ ഊണും കഴിച്ചിട്ട് വീട്ടിൽ പോയി. തള്ളിക്കൊണ്ട് വന്നാ 25,000 രൂപ കൊടുത്തൊരു തേങ്ങാ ചെണ്ടോ മിക്സി മേടിക്കാന്ന് വെച്ചാ ആ. ഇനിയിപ്പോ എവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു കല്യാണ വീടും അവിടുത്തെ കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? ആ, അങ്ങനെയാണ് കൈയടിക്കണ്ടേ.
അപ്പൊ നമുക്ക് നമ്മുടെ കല്യാണ ചെക്കൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ് ബിനു ചേട്ടാ? അയ്യോ അത് ഇനി പറയേണ്ടതില്ലല്ലോ അല്ലേ. എന്ത് അടിപൊളിയായിട്ടുള്ള സ്കിറ്റായിരുന്നു. കല്യാണ വീടും കല്യാണ ചെറുക്കനും അമ്മാവനും മരുമകനും അതെ, പാചകക്കാരനും കല്യാണ പെണ്ണ് തകർത്തെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട്. ഞാൻ സന്ധ്യയുടെ കോമഡി പരിപാടികളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇപ്പോഴാണ്. ഭയങ്കര മേക്ക് ഓവർ ആയിരുന്നു അല്ലേ? അത് സാധാരണ ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിലല്ല സന്ധ്യ ചെയ്തത് അല്ലേ. അടിപൊളിയായിട്ട് സംഭവം ചെയ്തു. കല്യാണ ചെറുക്കനായിക്കോട്ടെ, അസീം ഷാ ആയിക്കോട്ടെ, അമ്മാവനായിക്കോട്ടെ, ഇവര് കട്ടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടക്ക് നിന്നാണ് ഇത്. അത് പാചകക്കാരനും നമ്മുടെ 2 നടിമാരും എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്ത്. ടൂറ് പോയ പെണ്ണിനെ കാണിച്ച് ചേട്ടത്തിനെ കാണിച്ച് ഉഗ്രൊരു കല്യാണം. അടിപൊളിയായിരുന്നു. സൂപ്പർ, ഒന്നും പറയണ്ട, അടിപൊളി. സൂപ്പർ, അടിപൊളിയായിരുന്നു. കണ്ടോണ്ടിരുന്നപ്പം വിചാരിച്ചു ഈ ചെറുക്കനത്ത് പെണ്ണ് കണ്ടില്ലയോ എന്ന് വിചാരിച്ചു. പെണ്ണ് കണ്ടിട്ടല്ലേ കല്യാണത്തിന് വരുന്നത്. അവസാനം പിന്നെ വേറെ ആളിനെ കാണിച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പോഴാണ് ഇത് പിടികിട്ടിയത്, മനസ്സിലായത്. എനിക്ക് പിന്നെ കല്യാണ പെണ്ണിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതുപോലൊരു കലാകാരിയെ ഞാൻ ഈ കോമഡി ഫീൽഡ് കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പുള്ളിക്കാരി വന്നതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് കയറിയ സ്കിറ്റ്. നല്ല എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തു. നല്ല കണ്ടിന്യൂറ്റി എല്ലാം കറക്റ്റായിരുന്നു. എങ്ങും ഒരു ലോജിക്ക് വ്യത്യാസം ഇല്ലാതെ ആണ് പോയത്. മൊത്തത്തിൽ സൂപ്പറായിരുന്നു, അടിച്ച് തകർത്തു. അസീമിന് എപ്പോഴും ഉള്ള ഒരു റോളെന്ന് പറഞ്ഞാൽ നെടുന്തൂണായിട്ട് നിന്ന് ആദ്യം മുതൽ അവസാനം വരെ അത് ഇപ്രാവശ്യവും മനോഹരമായിട്ട് ചെയ്തു. എല്ലാവരും ചെയ്തു. കല്യാണ ചെറുക്കൻ, അമ്മാവൻ ഒരുപാട് കൗണ്ടർ ഉണ്ടായിരുന്നു, ഒരുപാട് സൂപ്പർ സാധനം ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. എല്ലാം ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ കല്യാണ വീട്ടിലെ പാചകക്കാരൻ, ചെവി കേൾക്കാത്ത ആള്, ഡിസേബിൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ പലയിടത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെയും അത് കൊണ്ടുവന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മളൊക്കെ ഓർക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതേ സബ്ജക്ട് എടുത്ത് ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങളെ സഹായിച്ചത് വിജി കമ്മണ്ട് കലാകാരനാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയും. അതെ, ആ അതിമനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്ത സന്ധ്യമാര് 2 പേര് വേദിയിലേക്ക് ഒന്ന് വാ. അതെ, രണ്ടുപേരുടെയും പേര് സന്ധ്യ എന്നാണ്. നമ്മുടെ ഫീമെയിൽ വേഷം പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്ന സന്ധ്യക്കായതുകൊണ്ട് 2 സന്ധ്യമാരും വേദിയിലേക്ക്. സന്ധ്യ ചേച്ചി തകർത്തു, ഗംഭീര അഭിനയമായിരുന്നു. അതെ, അതിനിടയ്ക്ക് ഒരു സാധനം ഇട്ടായിരുന്നു. എന്താണ് നാക്ക് നീട്ടുന്ന എക്സ്പ്രഷൻ, സൂപ്പറായിരുന്നു. കയ്യിൽ നിന്നൊക്കെ ഇട്ട ഒരു ഗംഭീരമായ ആർട്ടിസ്റ്റിന് കഥാപാത്രം കൊടുത്തു. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് കയ്യിൽ നിന്നിട്ട് പറഞ്ഞു കൊടുത്ത സാധനങ്ങളല്ല അതൊന്നും. ചില സാധനങ്ങൾ കയ്യിൽ നിട്ടു, ഞാനവിടെ വെള്ളം കുടിച്ചു. ഇവിടെ നിൽക്കേണ്ട ആളല്ല, അങ്ങ് ബിഗ് സ്ക്രീനിലൊക്കെ പോയ സീരിയസ്ലി സത്യമാണത്. യെസ്, നമുക്ക് സ്റ്റാർസിലേക്ക് പോവാം. എത്ര സ്റ്റാർ ആണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഓഡിയൻസിനോടാണ് ചോദിക്കാനുള്ളത്. ഓഡിയൻസ്, എത്ര സ്റ്റാർസ്? 4 സ്റ്റാർസ് ആണ് നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5000 റുപ്പീസിൻ്റെ ഒരു ക്യാഷ് വൗച്ചർ കൂടി നമ്മുടെ സമ്മാനമായിട്ടുണ്ട്. അത് തരാൻ വേണ്ടിയിട്ട് ബിനു ചേട്ടനെയും ഉല്ലാസേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിനായി ഒരു 1 man ഷോയുമായി നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു ജീവൻ. ജീവൻ, നമസ്കാരം. നമസ്കാരം. ജീവൻ എന്ത് ചെയ്യണു? ഞാനിപ്പോ ടൈൽസിന്റെ വർക്കാണ്. ഓക്കെ, അപ്പം കൂടെ ഈ കലാജീവിതം കൊണ്ടുപോകാൻ ടൈൽസിന്റെ ഒരു നിലയിൽ നിന്ന് 2ാമത്തെ നിലയിലേക്ക് സാധനം എടുത്തു കൊടുക്കാൻ എളുപ്പമാണ്. പിന്നെ ബാത്റൂമിന്റെ ഒക്കെ ഫ്ലോർ ഒട്ടിക്കുന്ന. ഓക്കെ ജീവൻ, അപ്പൊ എന്താണ് ജീവൻ ഇന്ന് നമുക്ക് വേണ്ടി തരാൻ പോകുന്ന സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറച്ച് നടന്മാരുടെ സൗണ്ട് അനുകരിക്കും. അതിൽ ആദ്യം തന്നെ സൂര്യ കൃഷ്ണ, അദ്ദേഹത്തിന്റെ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കല. ആ പണി എടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ മേത്തെടുത്ത് തട്ടിയത് മുട്ടിയത് ഇരിക്കും. പക്ഷേ അതിനൊക്കെ മറ്റേ അർത്ഥം കണ്ട് കണ്ണീർ ഒലിപ്പിക്കുന്നത് അവളുടെ മനസ്സിലൊരു പതായത് കൊണ്ടാ. അതിനൊക്കെ പള്ളിക്കൊടുത്തിന്റെ പടിവാതിൽ പോലും കാണാത്തവൻ വരവെച്ചു ബാപ്പ് കോപ്പത്തൊക്കെ പറഞ്ഞ് ആജാപിച്ച രമേശന്റെ പട്ടി പറയും ബാപ്പ്. സുരേഷ് കൃഷ്ണയുടെ ശബ്ദം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ?
ഇനി എന്താ അടുത്തത് എന്താ ജീവൻ? അടുത്തത് രഞ്ജി പണിക്കർ സാറിന്റെ ആട് വണ്ണിലെ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഹരമായ ഒരു ഡയലോഗ് ഉണ്ട്, തോക്കുണ്ടാക്കും. ഓക്കെ ഓക്കെ അതാണ് എന്റെ ഒരു മാസ്റ്റർ പീസ്. ഇപ്പൊ ഏത് സ്റ്റേജിൽ ചെയ്താലും ഓക്കെ. അപ്പൊ ജീവന്റെ മാസ്റ്റർ പീസ് ഇറക്കാൻ പോവാണ്. രഞ്ജി പണിക്കർ, മലയാളികളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് നടനും ഒക്കെ ആയ രഞ്ജി പണിക്കറിന്റെ ശബ്ദം. ഞാൻ തോക്കുണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ പറഞ്ഞു കുറെ ഉണ്ടാക്കുമെന്ന്. നോക്കടാ തോക്ക്, ഇനി ഇത് പൊട്ടുവന്നായിരിക്കും. ആ കൂമ്പലേക്ക് നോക്കിക്കോ, നിന്റെ കൂമ്പല്ലടാ ആ വാഴയുടെ കൂമ്പ്. എന്റെ കയറി കൊഞ്ചു വന്നിട്ട് എന്റെ പിള്ളേരെ പേടിപ്പിക്കുന്നോടാ നാറികളെ. അടിപൊളി, നന്നായിട്ട് ചെയ്തു അല്ലേ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ വില്ലൻ കഥാപാത്രമായിട്ട് വന്ന് നമ്മുടെ ഇപ്പൊ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന ബാബുരാജ്. ബാബുരാജ്. ഓക്കെ, 2 രാധാസ്. ശരി, ഓക്കെ. എന്റെ ശേഖരമാമേ വാഴയെന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മുന്നിലൊക്കെ കൊലയാ. വാഴപ്പിണ്ടി പിണ്ടി തോരം പിണ്ടി പെരുന്നാള് എല്ലേലും കുട്ടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. കൃഷ്ണേട്ടാ 2 രാധാസ്. 2 രാധാസിലാണ് നമുക്ക് അത് അവസാനിപ്പിക്കാൻ. അതെ അതെ, ആ 2 രാധാസ് ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് തന്നെ മാറ്റിക്കളഞ്ഞ ഒരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പം ഇനി എന്താണ് അടുത്തത്? ശശി കലിംഗയുടെ ഒരു ശശി കലിംഗ. ഓക്കെ, പറയാനുണ്ടോ ചേച്ചിക്ക്? അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ആമയിലെ ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ശശി കലിംഗ എന്ന് പറയുമ്പോഴേക്കും ചേച്ചിക്ക് വേണ്ടി ആമയിലെ ഡയലോഗ് അത് തന്നെയായിരുന്നു പറയാനിരുന്നല്ലേ? സത്യം പറ. ഓക്കെ ശരി, അപ്പൊ ആമയിലെ ഡയലോഗ് കേൾക്കാം നമുക്ക്. ഇനി അങ്ങോട്ട് ഈ ഗീബർ തീരുമാനം നടത്തുന്നത് പള്ളിയല്ല, ഈ ചാച്ചപ്പന. അതിന് നീ എത്ര കാറ്റ് വേണമെങ്കിലും ഈ ചാച്ചപ്പൻ പുളിങ്കുതി പോലെ പൊട്ടിക്കും. എന്നോട് ഗീബർക്ക് പുണ്യാലം പറഞ്ഞിട്ടാ. യെസ്, ശശി കലിംഗ, അതും പെർഫെക്റ്റ് ആയിരുന്നു. ഇനി എന്താണ് ജീവൻ അടുത്തത്? മിമിക്രി രംഗത്തിലൂടെ കടന്നു വന്ന നമ്മുടെ സംവിധായകൻ ഡയറക്ടർ സിദ്ദിഖ് സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അപ്പോ സുരാജ് ഏട്ടനും ഇടക്കേറും, ഉർവശി ചേച്ചി ഇടക്കേറും. അതെ, നിങ്ങൾ ചെയ്ത സ്കിറ്റ് വളരെയധികം നന്നായിരുന്നു. കാരണം നിങ്ങളുടെ വരവിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കൗണ്ടർ ഇടയ്ക്കിടയ്ക്ക് മിസ്. അതെ അതെ, സുരാജ് പറഞ്ഞതും കറക്റ്റാണ്, ഉർവശി പറഞ്ഞതും കറക്റ്റാണ്. ഞാൻ പറയുന്നത് മാത്രം ഈയിടെയായിട്ട് കറക്റ്റ് അല്ല. ഇനി ബാബു നമ്പൂതിരിയുടെ സൗണ്ട് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സത്യത്തിൽ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ മൈദ കൊണ്ട് അടിച്ചു വരുത്തുണ്ടാക്കി ആ ഒരു സൗണ്ട്. പകൽപൂരം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രക്ഷയായിട്ടുള്ള ക്ലൈമാക്സ് സീനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തിന്റെ ഒരു വെച്ച് സൗണ്ടിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു രക്ഷയായിട്ടുള്ളായിരുന്നു. അവൻ ഉണരില്ല. ഞാൻ ആ പാലിൽ കലക്കിയിരിക്കുന്ന ഗൗരവനക്കുരുവിന്റെ നീരിന് എങ്ങനെ ഒരു ഉന്മാദാവസ്ഥ സൃഷ്ടിക്കുവാൻ കഴിയും? സൂര്യമംഗലത്തെ സൂര്യദത്തൻ നമ്പൂതിരി നിത്യബ്രഹ്മചാരിയാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റിയടി. 16-ാം വയസ്സിൽ കുളക്കടവിൽ ചത്തുപൊങ്ങിയ വേലക്കാരി നങ്ങേലി മുതൽ ഒരുപാടുണ്ട് സൂര്യ നമ്പൂതിരിക്ക് കഥകൾ. ഇപ്പോഴും ആ കരുത്തിന് കറവൊന്നും സംഭവിച്ചിട്ടില്ലടി. നല്ല ഒബ്സർവേഷൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത് നല്ല ഒബ്സർവേഷൻ ആണ്. ഇപ്പം അദ്ദേഹത്തിന്റെ പ്രായം ചെന്ന സമയത്തേക്ക് അദ്ദേഹത്തിന്റെ സൗണ്ടിലുണ്ടായ വ്യത്യാസം, അതും പകൽപൂരം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഏതാ ഡയലോഗ് എന്നൊക്കെ ഓർത്തു. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെയാണ് ജാഫ്രിഡിക്ക് അദ്ദേഹത്തിന്റെ ആദ്യം സീരിയലിലൂടെയും സ്കിറ്റുകളൊക്കെ കണ്ട ശബ്ദങ്ങളെല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റുകൾ അതിൽ വെച്ച ഒരു വെറൈറ്റി. മകേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലെ അച്ഛൻ ക്യാരക്ടർ ചെയ്തപ്പോൾ ശബ്ദം. മോളെ കൊറിയച്ചൻ ചോദിച്ചു മോൾക്കൊരു കല്യാണാലോചന കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു മോളോട് ചോദിച്ചിട്ട് പറയാം. ചെറുക്കൻ കാനഡയിലെ നേഴ്സാ. കുമ്പിളപ്പൊന്നും ഇവിടെ നടക്കണോ അതോ ലോകം മൊത്തം കറങ്ങി കാണണോ? മോൾ ആലോചിക്ക്. ചാച്ചനേക്കാളും വിദ്യാഭ്യാസം ലോകപരിചയമൊക്കെ മോൾക്കുണ്ട്. മോൾ ആലോചിക്ക്. അടിപൊളി അടിപൊളി. അപ്പോൾ അതേപോലെ തന്നെ സിദ്ദിഖ് സാറിനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ആ കോളം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ലാൽ സാർ കൂടെ വന്നാലേ നമുക്ക് ശരിയാവത്തുള്ളൂ. അപ്പോൾ അത് ലാൽ സാറിൻ്റെ ആ സൗണ്ട് കൂടി. അപ്പാടെ വീട്ടിൽ കയറി സംബന്ധം ചോദിക്കാനുള്ള യോഗ്യതയെന്ന് പറയാം. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സ് കണ്ടപ്പോൾ എൻ്റെ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ജാബർ ജാബ് കേൾക്കും. എനിക്ക് ഗ്ലാബറിലെന്നൊക്കെ ജാബറയും അത് കേട്ട് ഒലത്തപ്പതോടുള്ള പന്നേ. അപ്പോൾ ഈ ചേർത്തലക്കാരനായ ഞങ്ങളുടെ നാട്ടുകാരനായ അനൂപ് ചന്ദ്രൻ. അളിയ ബികോമിന് പഠിക്കുന്ന സുഷമ്മ ഞാൻ തമ്മിൽ പ്രേമത്തിലാ. നാളെ അവളുടെ കല്യാണമാ. ഇച്ചായനത്തിനെ ഈ അപ്പച്ചന് കള്ളു മേടിച്ചു കൊടുത്ത് ചീത്തയാക്കുന്നേ. എന്നെ വേണേ ചീത്തയാക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ജീവൻ നമുക്ക് വേണ്ടി തന്ന ഈ ഒരു ട്രീറ്റ് എങ്ങനെയുണ്ടായിരുന്നോ? ഗംഭീരമായിട്ടുണ്ടായിരുന്നു അല്ലേ? വെരി ഗുഡ് പെർഫോമൻസ് ജീവൻ. നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളോട് ചോദിക്കാം. ജീവൻ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ അതേ ഫീലോടുകൂടി തന്നെയാണ് ജീവൻ ഇത് ചെയ്യുന്നത്. ഉല്ലാസേട്ടാ നല്ല ശബ്ദമാണ്, നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്, നല്ല ബേസ് ശബ്ദത്തിൽ.
ഈ നല്ല ശബ്ദം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സൂയാണ് ഇങ്ങനെയുള്ള ടീമുകൾ. എൻ്റെ ചെറിയ സൗണ്ട് കീ എന്നുള്ള സൗണ്ട് എൻ്റെ അപ്പോൾ ഈ വലിയ സൗണ്ട് കേൾക്കുന്നവർ നല്ല ശബ്ദമുള്ള ഭയങ്കര ഇഷ്ടമായിരിക്കും. സൂപ്പറായിരുന്നു. എല്ലാം നല്ലപോലെ എല്ലാ സൗണ്ടും നന്നായിട്ടാണ് ചെയ്തത്. പിന്നെ ബാബു നമ്പൂരി സാറിൻ്റെ ശബ്ദം ഈ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ട് എല്ലാവരും സത്യത്തിൽ അങ്ങനെ ഒരു രീതി മോഡുലേഷനിലാണ് എല്ലാം ചെയ്യാറുള്ളത്. ഇത് കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള ആ പിച്ചിൽ ചെയ്തു. അതെല്ലാം നന്നായിട്ടുണ്ട്. എല്ലാ സ്റ്റാറും നന്നായിരുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. വെറൈറ്റി ആയിരുന്നു. ഒരുപാട് ഉയരങ്ങളിലെത്തി. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, പ്രാക്ടീസ് ചെയ്യുക. മേളിൽ ഇരിക്കുന്നവരെല്ലാം കാണുന്നുണ്ട്, രക്ഷപ്പെടും. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ ജീവൻ, സോ താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീണ്ടും കാണണം. തീർച്ചയായും. താങ്ക് യു. ആശാനെ, പഴയതുപോലെ ശ്വാസം വലിക്കാനൊന്നും വയ്യ. ഇങ്ങനെ ശ്വാസം വലിക്കാനൊന്നും വയ്യ. വയറ് കുറയ്ക്കണം. വയറ് കുറയ്ക്കണം. വയറ് കുറയ്ക്കാൻ എന്താ ചൂടാ? ഓടിയാ മതി. ഓടിയാ മതിയാ? അങ്ങനെയാണെമ്പോൾ കേരളത്തിൽ ഏറ്റവും ചെറിയ വയർ എനിക്കാണോ ആവേണ്ടത്? അതെങ്ങനെയാ? എൻ്റെ പരിപാടി കഴിഞ്ഞ് നാട്ടുകാർ ഓടിക്കുമ്പോൾ ഞാൻ ഓടുന്ന ഓട്ടത്തിന് ഈ ലോകത്ത് ഏറ്റവും ചെറിയ വയർ എൻ്റെ ആവേണ്ടത് അന്നേന്നല്ല ചോദിച്ചത്. അപ്പൊ പിന്നെന്തോ ചെയ്യും? എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും. രാവിലെ എഴുന്നേറ്റ് പഞ്ചായത്ത് റോഡിൽ കൂടെ 2 സ്റ്റെപ്പ് നടക്കാൻ പറ്റുമോ? നടക്കാൻ നമ്മുടെ പഞ്ചായത്ത് റോഡില് ഒരടി പോയിട്ട് 2 അടി വെക്കാൻ പറ്റത്തില്ലല്ലോ. അതെന്ത്? ഒന്നി ടിപ്പറടിക്കും അല്ലെങ്കിൽ പട്ടി കടിക്കും. പിന്നെ എങ്ങനെയാടാ നമ്മുടെ പഞ്ചായത്ത് റോഡിൽ നമ്മൾ നടക്കുന്നത്? അപ്പൊ പിന്നെ എങ്ങനെ വയറ് കുറയ്ക്കും? വയറ് കുറയ്ക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ വയറ്റോട് തള്ളത്തില്ലേ, അത് കുറച്ച് തള്ളിയാൽ മതി. പ്രത്യേകിച്ച് നീ. എന്നിട്ട് എൻ്റെ വയറ് കുറ. ആശാനെ, ആശാന്റെ വീട്ടിലെ വേലക്കാരി നാളെ കരഞ്ഞോണ്ട് പോകണം ഞാൻ കണ്ടു. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒപ്പിക്കല്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ അവളെ ഒന്ന് തല്ലി, അത്രേ ഉള്ളൂ, അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല. അയ്യോ, ആശാന്റെ സ്ത്രീകളെ തല്ലാനോ? എന്റെ ആശാൻ ഇത് പുറത്തിറങ്ങാണ്ടല്ലോ. നിങ്ങൾ ആ കട്ടയമടം മടങ്ങി പോകും. എന്താ കട്ടമടേ? അവളെ ഞാൻ കൊന്നാനെ. എന്റെ ഈ സാധനം എടുത്ത് വെച്ചിട്ട് അടുപ്പേ ഊതുന്നു, നീ ഊതുന്നു. അവളെ അങ്ങനെ എന്ത് ചെയ്യണം? ഞാൻ കൊല്ലണ്ടേ അവളെ? അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. ആശാനെ, ആഡിറ്റോറിയം കൊള്ളാല്ലേ? ആശാനെ, ഈ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയും ശരിയാണോ? പിന്നെ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. വിവാഹം മാത്രമേ സ്വർഗത്തിൽ വെച്ച് നടക്കൂ, ബാക്കി എല്ലാം നരകത്തിലാണ് നടക്കുന്നത്. പിന്നൊരു കാര്യം, തമാശ പറഞ്ഞെങ്കിൽ എന്റെ കല്യാണം സ്വർഗത്തിൽ വെച്ച് നടന്നത്. ആണ്. അതെവിടെ? സ്വർഗം ഓഡിറ്റോറിയം ചിറ്റുമൂല. എന്റെ ആശാനെ അതല്ല, ഈ വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുമല്ലോ, അതാ ചോദിച്ചേ. അത് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ ആൾക്കാർ പറയുന്നില്ല. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് കല്യാണം നടന്നിരുന്നെങ്കിൽ നമ്മളെ വായിക്കാൻ വിളിക്കത്തില്ലേ? ഇവിടെ നാദസ്വരം വായിക്കാൻ വിളിക്കത്തില്ലേ? എത്ര പ്രാവശ്യം നമ്മൾ പോയിട്ട് വന്നേനെ. ഇപ്പോ ഞാൻ എന്റെ തകലി കൊണ്ട് പോയത്. പിന്നെ അയ്യോ, ഞാനത് ഓർത്തില്ല. പിന്നെ ആശാനെ അതും അങ്ങ് വിശ്വസിച്ച് എന്തിന് പോടനോ. അല്ല ആശാനെ, ഈ കല്യാണം നടക്കുന്ന ആഡിറ്റോറിയം ഇത് തന്നെയാണോ? നമ്മളിനി താമസിച്ചു പോയത്? ഇനി ഒന്നാമത് 1/2 മണിക്കൂർ താമസിച്ചാൽ നീ അതിലൂടെ എന്നെ പറഞ്ഞ ആദ്യം കേട്ടാണ്. 1/2 മണിക്കൂർ താമസിച്ചാൽ ആരാ കാരണക്കാരൻ? ആരാ? നീ തന്നെ കാരണക്കാരൻ. അയ്യോ, പറയണ കേട്ടാത്തൊന്നും എല്ലായിടത്തും നേരത്തെ തലേ ദിവസം ചെന്നങ്ങ് കിടക്കുകയാണെന്നു. നീ എവിടെ ഏത് സ്ഥലത്ത് നേരത്തെ വന്നിട്ടുണ്ടോ? നീ എന്റെ ആശാൻ അത് എന്റെ കുറ്റം കൊണ്ടല്ല. ആരുടെ കുറ്റം? ഞാൻ ഈ പരിപാടിക്ക് പോകാനായിട്ട് തകിലെടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് ചെല്ലും. തകില് കാണത്തില്ല ആശാനെ. ഈ തകിലിന് എന്തോ ദിവ്യ ശക്തിയുണ്ട്, അത് ഉറപ്പാശാനെ. അതെ, ദിവ്യശക്തി ഒന്നും അല്ലടാ. പിന്നെ എടാ, നീ ഈ തകിലിന്റെ പുറത്തിട്ട് തല്ലി അല്ലേ നീ നാട്ടുകാരെ പൈസ മേടിക്കുന്നത്? ആണോ? അപ്പൊ ഈ തകിലിനും ഓരോ ആഗ്രഹം കാണില്ലേ നിനക്ക് ഒരു തല്ല് കൊള്ളണമെന്ന്? അതുകൊണ്ട് നീ എടുക്കാൻ ചെല്ലുമ്പോൾ അത് പോയി ഒളിച്ച് മാറി പാത്തിരിക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയാം, എന്നെ കളിയാക്കരുത്. ഇനി നിങ്ങളോടെ കൊട്ട എന്നെ കിട്ടത്തില്ല. എന്നാ പിടിച്ചോ. അപ്പൊ എന്നെ ഒറ്റയ്ക്ക് മാത്രമേ ഈ സാധനത്തിന് കൂടെ അടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഊതിയാ മതിയോ? അടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ഊത്ത് മാത്രം മതിയോ? കുട്ടനാട് വേണ്ട പൊട്ടി. ഒരു കാര്യം ചെയ്യും, ആശ എന്നെക്കാളും വിദഗ്ധനായ ഒരു തകല് കൂട്ടുകാരനെ വിളിച്ചങ്ങ് കൊട്ടിക്കോ. ഞാൻ വിദഗ്ധനായ തകലുകാരനെ വിളിക്കത്തില്ല. അത് വിളിച്ചാലേ അവനറിയാം, എനിക്കറിയാൻ പറ്റാ ഞാൻ അവന്റെ കൂടെ അങ്ങനെ ഊതി എത്താനാ. അവന് ഞാൻ വിദഗ്ധന്മാരെ ഒന്നും വിളിക്കത്തില്ല. നിന്നെ പോലെ ഒരു പൊട്ടനെ ഞാൻ വിളിക്കത്തുള്ളൂ. കാണിച്ചു തരാം. നിന്റെ മൊബൈൽ കണ്ടാ? മൊബൈലാ? എന്നാ വിളിച്ചോ. എനിക്കെന്ത്, ആരേ വിളിക്ക്. ഹലോ, സദാശിവം മേശ്രിയാണോ? എന്തോ? അയ്യോ, മേശ്രി എന്ന് പറഞ്ഞത് എന്നാ കോൺട്രാക്ടർ ആണോ? സദാശിവൻ കോൺട്രാക്ടർ ആണോ? എനിക്ക് ഒരു ബംഗാളിയെ വേണമായിരുന്നു. തകല് വായിക്കാവുന്ന ഒരു ബംഗാളി. അല്ല വേണ്ട, നീ കൊട്ടുന്നില്ല പറഞ്ഞു. നീ മാറ. അല്ല, നിനക്ക് വലിയ പ്രയാസമല്ലേ കൊട്ടൻ്റെ കൂടെ? ഞാൻ ആളിനെ നോക്കിയോളാം. ഹലോ, എങ്ങനെ 10 പേരെ തരാന്ന്? 10 പേരെ തകലിക്കാർ 10 പേര് വരുമെന്ന്. 10 പേര്. അല്ല ആശാനെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആശ ഈ 10 തകിലിയാരെ വിളിച്ചത് കോൺക്രീറ്റ് ഉടയ്ക്കാനാണോ അതോ തകിലടിക്കാനാണോ? അല്ലടാ, നിനക്ക് മണിമാളിക പണിയാൻ അവരെ വരുത്തുന്നത്. സംസാരിക്കട്ടെ. ഹലോ,
ആ 10 വരെ. ഓക്കെ ഞാൻ ഒന്ന് എടുത്തോളാം. പിന്നെ എന്താ നാസരം വയ്ക്കാൻ ആൾ വേണമെന്നോ? പോടാ, എൻ്റെ കഞ്ഞി പാറ്റിയിടാൻ വേണം. ലേശാനെ ഇത് തന്നെയാണ് ആഡിറ്റോറിയം, ഉറപ്പാണ്? ഇത് തന്നെ ഓഡിറ്റോറിയം. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വായിക്കാം. വായിക്കുമ്പോൾ ആരെങ്കിലും വരുമല്ലോ. സാധാരണ ആശാൻ വായിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് ഓടാറാണ് പതിവ്. ഇതുകൊണ്ട് ഞാൻ തലക്കടിക്കും, മനസ്സിലായോ? ഇരി, ഒന്ന് വായിച്ച് നോക്കാം. ആരെങ്കിലും വരുമോ നോക്കാം. കണ്ടാ, നീയല്ലേ പറഞ്ഞ ആൾ ഓടുമെന്ന്? ആള് വന്നല്ല. കണ്ടാ, ചിരി കണ്ടാ? ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. കല്യാണ ചെക്കൻ്റെ തന്ത പോയിരിക്കുന്നു അപ്പൻ, അച്ഛൻ. അത് കല്യാണ ചെക്കൻ്റെ അച്ഛനല്ല, പിന്നെ കല്യാണ ചെക്കനാ. കല്യാണ ചെറുക്കനല്ല, ഞാൻ കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ രണ്ടാം കെട്ടാന്നോ? അല്ല പിന്നെ ഇവിടെ കാര്യം അല്ല, നിങ്ങളെന്താണ് ഇവിടെ? ഞങ്ങൾ നിങ്ങൾ ക്ഷണിച്ചിട്ട് നിങ്ങളുടെ കല്യാണത്തിന് വായിക്കാനായിട്ട് വന്നു. ഉദാനായിട്ട് കച്ചേരി. ആര് ക്ഷണിച്ചേ? നിങ്ങളല്ലേ ക്ഷണിച്ചത്? അല്ല അതല്ല, നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നമ്മളെ മനസ്സിലായില്ല. എനിക്കിതൊക്കെ കേൾക്കുമ്പോ ചിരി വരും കേട്ടോ. അല്ല, അത്രയ്ക്ക് മനസ്സിലാക്കുമ്പോ അത്രയ്ക്ക് വൃത്തികേടാണോ നിങ്ങളുടെ സ്വഭാവം? അതല്ല, പിന്നെ ഇത്രയും കിടന്നു മിസ്റ്റർ, ഞാൻ ലോകമറിയുന്ന ഒരു നാദസ്വര വിദ്വാനാണ്. എന്റെ പേര് ചെമ്പൈ സുഗുണൻ. ചെമ്പൈ സുഗുണൻ, സുഗുണൻ. അതോ ഞാൻ പ്രശസ്ത തകില് വിദ്വാൻ. പറയട്ടെ, ഇസൈ മാമണി കലേച്ച ഗുണൻ. എടാ, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞോണ്ട് ഈ പേര് പറയുമ്പോ വാപത്തി പറയണമെന്ന്. വാപത്തിയെ പേര് പറഞ്ഞേ. ഇപ്പൊ നിന്റെ കൈയല്ലേ നനഞ്ഞുള്ളൂ, ഞാൻ കുളിച്ചില്ലല്ലോ. അല്ലെ, നിങ്ങൾ ഭയങ്കര വിദ്വാൻമാരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, അങ്ങനെ കളിയാക്കരുത്, അങ്ങനെ കളിയാക്കരുത്. എന്റെ തകില് വായന കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതാ നിങ്ങൾ ടി വിയിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെ ടി വി കാണുന്നത്? ഇറച്ചി വീട്ടുകാരനെ ആരെങ്കിലും വിളിച്ച് പൂജാരിയാക്കും? അത്രയ്ക്ക് വലിയ തകില് വിദ്വാനാ. ഞാൻ നാസരം വായിക്കും, വീട്ടിലുമായിട്ട് നാസരം വായിച്ചാൽ മഴ പെയ്ച്ചിട്ടുണ്ട്. മഴ പെയ്ച്ചിട്ടുണ്ട്? പിന്നെ അതെ, മഴ പെയ്ച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാം. അതായത് ഒരു സ്ഥലത്ത് ആശാന്റെ കച്ചേരി. ആശാൻ ഇങ്ങനെ കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിക്കാനായിട്ട് ആളുകൾ വന്ന് സ്റ്റേജിന് തീയിട്ട്. എന്നിട്ട് തീയിട്ടിട്ട് പറയട്ടെ, മഴ പെയ്ത കാര്യം പറയരുത്. പറയാം. അപ്പൊ അത് അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വന്ന് വെള്ളം ചീറ്റിച്ച്. അതാണോ മഴ പെയ്യണേ? എന്താ വെളിയിൽ നിന്ന് വെള്ളം വീഴുന്നല്ലോ മഴ? വെളിയിൽ നിന്ന് വെള്ളം വീഴുന്ന എല്ലാം മഴയല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ താഴെ നിന്ന് മേളോട്ടായിരിക്കും വെള്ളം വീഴുന്നത്. നിങ്ങൾ ഇവിടെ വന്നതിനാണെന്ന് മനസ്സിലായില്ല. ഇതല്ല ഓഡിറ്റോറിയം. കല്യാണ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് അവിടെ ബഹളം കേൾക്കുന്നില്ലേ അപ്പുറത്ത്? അവിടെയാണ് ഓഡിറ്റോറിയം. അവിടെയാണോ ഓഡിറ്റോറിയം? അവിടെ നീ ആൾക്കൂട്ടം, അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്ന കേട്ടാ. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഏതോ നാദസ്വരക്കാർ ചെന്നില്ലെന്നും പറഞ്ഞാണ് അവിടെ ബഹളം നടക്കുന്നത്. കല്യാണത്തിന് വായിക്കാൻ സമയത്തിന് അവർ എത്തിയിട്ടില്ലെന്നും പറഞ്ഞാൽ അവിടെ ബഹളം നടക്കുന്നു. മുഹൂർത്തം കഴിഞ്ഞു. ആശാനെ, മാറി സ്ഥലം മാറി അതിനെ നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോയാലോ? നീ കയറി ചെന്നോട്. ഈ കിടുന്നൊന്നും നിനക്ക് പോരായോ? ഇവിടെ കല്യാണം കഴിഞ്ഞ് ചെമ്പൻ കഴിഞ്ഞ് ആട് കിടന്നിട്ട് പൂട പോലും കാണത്തില്ല. ഇനി അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ. പിന്നെ വീട്ടിലോട്ട് അങ്ങനെ പോകും? കയ്യിൽ വല്ലതും ഉണ്ടോ? അതിന് പണിയുണ്ട്. നീ സമാധാനമായിട്ട് നിൽക്കി, ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കൂടെ നിന്നാ മതി. പോഴത്തൊന്നും പറയലടാ കാല. അതെ മിസ്റ്റർ ഉല്ലാസ്, മിസ്റ്റർ ബിനു, ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഒരു പെർഫോമൻസ്, 2 റൗണ്ട് പെർഫോമൻസ് ചെയ്തിരുന്നു. അത് സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് കണ്ട് പരിഗണിച്ച് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. അതെ, അങ്ങനെയോ? ഞാൻ പറഞ്ഞില്ലേടാ, പറയേണ്ട പോലെ പറഞ്ഞു. നമുക്ക് ഇവിടെ നിങ്ങൾ 10 പൈസ ഒപ്പിക്കാം. ഹലോ ശിവൻ ചേട്ടാ, എനിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. നിങ്ങളുടെ കല്യാണത്തിന് വരാനിരുന്ന ടീമുകളാണെന്ന് തോന്നുന്നു. 2 നാദസ്വരക്കാർ ഇവിടെ നിൽപ്പുണ്ട്, ഞങ്ങളുടെ ഫ്ലോറിലുണ്ട്. വന്നാൽ ഇപ്പൊ കൈയോടെ പിടികൂടാം. അങ്ങനെ ഇപ്പൊ കൈയോടെ പിടിപ്പിക്കുന്നില്ലെങ്കിലോ? ഞങ്ങളിവിടെ നിന്നല്ലേ പിടിക്കത്തുള്ളൂ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സോ പുതുമയുള്ള കാഴ്ചകളുമായി വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ.